എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിലെ ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് മോണ്ടിസോറി മെത്തേഡ്, അതായത് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പഠന രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു പ്രീ പ്രൈമറി ട്രെയിനിങ് കോഴ്സിൽ മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ആൻഡ് ഓൾസോ സൈക്കോളജിസ്റ്റ് അവർ കണ്ടുപിടിച്ചുള്ള മോണ്ടിസോറി മെത്തേഡാണ്. നമ്മൾ മോണ്ടിസോറി മെത്തേഡ്, പ്ലേവേ മെത്തേഡ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മരിയ മോണ്ടിസോറിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മോണ്ടിസോറി വാസ് ബോൺ ഇൻ ഇറ്റലി. ഇറ്റലിക്കാരി ആയിട്ടുള്ള ഒരാളാണ് മരിയ മോണ്ടിസോറി. അവര് ഈ ഒരു ഫീൽഡിൽ, അതായത് കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്ന മോണ്ടിസോറി മെത്തേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരാളാണ് മോണ്ടിസോറി, മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ആള്. അതുപോലെ തന്നെ കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രോബൽ സ്ഥാപിച്ചിട്ടുള്ള കിൻഡർ ഗാർഡൻ സ്കൂളുകൾ, അതിലൂടെ നടത്തുന്ന കളി രീതി, പ്ലേവേ മെത്തേഡ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഈ എന്താ പറയാ മെത്തേഡ്സ്, അതായത് ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ടീച്ചിങ് മെത്തേഡ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈമറി സെക്ഷനിൽ, പ്രീ പ്രൈമറി സെക്ഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെയാണ്. കാരണം ഒരു തറ, അല്ലെ, ഒരു അടിത്തറ എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മൾ പല രീതിയിൽ വിളിക്കുന്നുണ്ട്. നഴ്സറി, അതുപോലെ തന്നെ കിൻഡർ ഗാർട്ടൻ, അതുപോലെ തന്നെ മോണ്ടിസോറി, അങ്ങനെ ഓരോ പേരിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മൂവ്മെന്റ് പിന്നെ ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള ഫ്രോബലിന്റെ കിൻഡർ ഗാർഡൻ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടതോടുകൂടിയാണ് കൂടുതൽ പ്രചാരം വന്നിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടും ഈ നഴ്സറി ട്രെയിനിങ് അല്ലെങ്കിൽ നഴ്സറി ടീച്ചിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നഴ്സറി എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് ഈ ഒരു നഴ്സറി ട്രെയിനിങ് ഇത്രയും ആവശ്യകത അതിന് വരുന്നത് എന്നുള്ളത്, അതായത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രീ പ്രൈമറി എഡ്യൂക്കേഷന് ഇത്രയും ആവശ്യകത വരുന്നത് എന്താണ്? അതിന് കുറെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. അതായത് നമുക്കറിയാം, ഒരു ഫസ്റ്റ് 5 years എന്ന് പറഞ്ഞത് ഒരു കുട്ടിയുടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ചിലപ്പോൾ അത് അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ അവരെ ടീച്ചറുടെ അടുത്തേക്ക് വിടുമ്പോൾ കുട്ടി ചിലപ്പോൾ അവരുടെ ടീച്ചറോട് കുറച്ചും കൂടെ അഡ്ജസ്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യും. അവരുടെ നീഡ്സ്, അവരുടെ കപ്പാസിറ്റീസ്, അവരുടെ ക്യാരക്ടർ, ഇതൊക്കെ ഈ ടീച്ചേഴ്സിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ആയിട്ട് റീസൺ ഉണ്ട്. പിന്നെ ഡെവലപ്പിംഗ് ദി ചിൽഡ്രൻസ് ഇൻട്രസ്റ്റ്, കുട്ടിയുടെ താല്പര്യമൊക്കെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ ഹാർംലി എൻവയോൺമെന്റിൽ പറ്റത്തില്ല. അപ്പൊ സ്കൂളിൽ അത് സാധ്യമാവും. പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് മദേഴ്സിന് ഇതൊരു ഹെൽപ്പാണ്, അല്ലെ, ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് നഴ്സറി എന്ന് പറയുന്നത് അതൊരു ഹെൽപ്പാണ്. പിന്നെ പാരന്റ്സിന് ഒരു റിലീഫാണ്. കാരണം താഴെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവർ വീട്ടിൽ ഇങ്ങനെ വികൃതി കാണിച്ച് നടക്കുമ്പോൾ സ്കൂളിലേക്ക് വിടുമ്പോൾ അത് റിലീഫാണ്. പിന്നെ എന്താണ്, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് ഓവർ ആയാസ്, അല്ലെ, നമ്മൾ കുട്ടികളെ ആയമാരെ എടുത്ത് നിർത്തി പോകുന്നതിനേക്കാളും മെച്ചമാണ് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ അടുത്തും ടീച്ചേഴ്സും പഠിപ്പിക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ കറക്റ്റീവ് ഓർ അഡ്വേഴ്സ് ഹോം കണ്ടീഷൻസ്, അതായത് ഹോം കണ്ടീഷൻസ് വളരെ മോശമാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കുറച്ചുകൂടി എൻജോയബിൾ കണ്ടീഷൻസ് ആയിരിക്കുമല്ലോ സ്കൂളിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഉണ്ടാവാം. പിന്നെ പ്രിപ്പറേഷൻ ഫോർ പ്രൈമറി സ്കൂൾ, അതായത് 1ാം ക്ലാസ്സിലേക്കുള്ള ഒരു പ്രിപ്പറേഷനും കൂടി ആവാം, അല്ലെ. ഈ നഴ്സറിയിലേക്ക് വിടുന്നത് 1ാം ക്ലാസ്, അതായത് പ്രൈമറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ആണ്. അപ്പോൾ ശരിക്കും നഴ്സറി സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഫോമൽ എഡ്യൂക്കേഷൻ അല്ല, ഇൻഫോർമൽ ആണ്, അല്ലെ. അപ്പോൾ ശരിക്കും എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെയാണ്. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു നഴ്സറി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ കാണാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നഴ്സറി സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇനി നഴ്സറിയിൽ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പേപ്പറിൽ, അതായത് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ പേപ്പറിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.